പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ രക്ഷാകര പദ്ധതി അനുഭവിക്കാൻ ഈ നോമ്പുകാലം ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നോമ്പുകാലത്ത് ഉന്നതമായ ചൈതന്യത്തില് മക്കളെ അനുഗ്രഹിക്കപ്പെടാനും മക്കളെ തിരിച്ചു പിടിക്കാനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, അങ്ങയുടെ ഈ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവരുടെ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ ജീവിതങ്ങളെ അവിടുത്തെ ശക്തിയാൽ നിറച്ച്, കൃപയാൽ നിറച്ച്, ജീവന്റെ സമൃദ്ധിയാൽ നിറച്ച് അങ്ങയുടെ രക്ഷാകര പ്രവൃത്തികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന മക്കള്, രോഗികളായ മക്കള്, മക്കളോടത്ത് വേദനിക്കുന്ന മക്കള്, സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന മക്കള്, ഒത്തിരി ദുശ്ശീലം അടിമപ്പെട്ടു പോയ മക്കള് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയ്ക്കൊന്നും അസാധ്യമല്ല. അങ്ങ് സർവാധിപനാണ്, അങ്ങ് സർവശക്തനാണ്. അങ്ങയുടെ ശക്തി പ്രകടമാക്കി, സർവാധിപത്യം പ്രകടമാക്കി, അങ്ങയുടെ പരമാധികാരം പ്രകടമാക്കി, അങ്ങയുടെ സ്നേഹത്താൽ കരുണയാൽ നിറച്ച് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് വലിയ സ്നേഹത്തില് ഈ നോമ്പുകാലത്തില് അവിടുന്ന് നമ്മെ ചേർത്ത് പിടിച്ച് നയിക്കുകയാണ്. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവചനമാണ്. യെശയ്യാ പ്രവാചന പുസ്തകത്തിലെ 49-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനം നാം വായിക്കുകയാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരമ്മയ്ക്ക് ഒരു മകനെ മറക്കാന്ന് പറഞ്ഞ, കരുണ കാണിക്കാതിരിക്കാന്ന് പറഞ്ഞ ഒരിക്കലും നമ്മുടെയൊക്കെ പെട്ടെന്നുള്ള മാനുഷികമായ ചിന്തയില് അസാധ്യമെന്ന് പറയും. എന്നാലും അത് നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. എന്നാലും കഥ പറയാ, ഒരമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ മക്കളെ കുറിച്ച് ദൈവത്തിന്റെ കരുതല് അത് ഭയങ്കരമാണ്. ആര് മറന്നാലും, അമ്മ പോലും മറന്നാലും നമ്മെ മറക്കാത്ത നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം, കരുണ അത് നമുക്കുണ്ട്. ആ ദൈവത്തെങ്കിലേക്ക് ഓടി വരുവാൻ എന്ത് പ്രശ്നം വന്നാലും, ഏത് രോഗം വന്നാലും, ഏത് തകർച്ച വന്നാലും, ഏത് പാപത്തിന് ചെളിക്കുണ്ടി വീണാലും, ഏത് ലഹരിക്ക് അടിമപ്പെട്ടു പോയാലും, ഏത് പൈശാചികമായ കെണിച്ചെന്ന് പെട്ടാലും സർവാധിപനും സർവശക്തനുമായ ദൈവം പറയാ, ഞാൻ മറക്കില്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ദൈവത്തെ നമ്മൾ അറിഞ്ഞ്, ഈ ദൈവത്തെ സ്നേഹിച്ച്, ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. നമ്മൾ അറിഞ്ഞു വിളിക്കണം. അപ്പൊ മറന്നാലും മറക്കാത്ത ദൈവമേ, ഞാനിതാ വീണിരിക്കുന്നു പക്ഷെ അവിടെ നമ്മൾ കാര്യമുണ്ട്. നമ്മളിത് അറിഞ്ഞ് ജീവിച്ചാൽ നമ്മൾ ഒരിക്കലും ഇതിലൊന്നും ചിന്തപ്പെടില്ല. കാരണം നമുക്ക് കർത്താവ് വേണ്ട സ്നേഹം, കരുതല്, സംരക്ഷണം, സഹായം എല്ലാം തന്നെ അനുഗ്രഹിക്കും. പക്ഷെ ഈ ദൈവത്തെ വിട്ടു പോകുമ്പോഴാണ് പല പല പ്രശ്നങ്ങൾ വരുന്നത്. ഇനി പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ദൈവത്തെ, എന്റെ ദൈവമേ, അങ്ങല്ല പറഞ്ഞ് അമ്മ മറന്നാലും മറക്കില്ലെന്ന് അങ്ങനെ സഹായിക്കണം, അങ്ങനെ ഓർക്കണം, അങ്ങനെ ശക്തിപ്പെടുത്തണം, അങ്ങനെ സൗഖ്യം തരണം, ഈ തടസ്സം മാറ്റി തരണം, അത് ജീവിക്കാനുള്ള കൃപ തരണം. കർത്താവേ, എനിക്ക് ഈ ദുശ്ശീലത്തിൽ നിന്ന് മോചനം വേണം, ഈ കെണിയിൽ നിന്ന് മോചനം വേണം, ഞാൻ അങ്ങയെ മറന്നിട്ടുണ്ട്, ഞാൻ അങ്ങയെ മറന്നിട്ടുണ്ട് കർത്താവേ എന്ന് വിളിച്ച് അവിടത്തേക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആരൊക്കെ മറന്നാലും പിന്നെ തിരസ്കരണങ്ങൾ വരും. അപ്പന് ഉപേക്ഷിച്ചേക്കാം, അമ്മ തള്ളിപ്പറഞ്ഞേക്കാം, കൂട്ടുകാർ തള്ളിപ്പറഞ്ഞേക്കാം, ഈ ലോകം മുഴുവനും നമ്മെ വെറുത്തേക്കാം. പക്ഷേ നമ്മെ ഒരിക്കലും മറക്കാത്ത, വെറുക്കാത്ത, ഉപേക്ഷിക്കാൻ കഴിയാത്ത, എപ്പോഴും കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക്. ആ അറിവ് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ്, അനുഗ്രഹമാണ്. നമുക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന, നമുക്ക് വേണ്ടി പീഡ സഹിക്കുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ കുരിശിനെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിക്കണോട്ടോ. ഈശോയുടെ പീഡാസഹനങ്ങള്, എന്നോടുള്ള സ്നേഹത്തെ പ്രതി, എൻ്റെ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി
ഈശോ സഹിച്ച പീഡനങ്ങള്, സഹനങ്ങള്, ഏറ്റ മുറിവുകള്, ചിന്തിയ രക്തം, ഏറ്റെടുത്ത മരണം, ഇതൊക്കെ ധ്യാനിച്ച് ആ സ്നേഹത്തെ നമ്മൾ ഓർക്കണം. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ നീ എന്നാശ്രയം. പണ്ടത്തെ പാട്ട്, പണ്ടൊക്കെ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളില് മുഴങ്ങിയിരുന്ന പാട്ട് ഇന്നും കേൾക്കുമ്പോൾ, ആരാധന മധ്യമൊക്കെ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുക്കുന്ന അനുഭവം നൽകുന്ന പാട്ട്. പെറ്റമ്മ മറന്നാലും ആ ഇരടികളൊക്കെ നമുക്ക് ധ്യാനിക്കാം. ആ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, ആരൊക്കെ സ്നേഹിച്ചാലും അവരൊക്കെ നിന്നെ കൈവിട്ടു പോയേക്കാം, പക്ഷെ എന്തൊക്കെ വന്നാലും ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത, കരുണ കാണിക്കാൻ മാത്രം ദിവ്യകാരുണ്യമായി തീർന്ന യേശു നമ്മുടെ കൂടെയുണ്ട്. പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ഒറ്റപ്പെടുത്തൽ വരും. ആ സമയത്ത് നീ തളരരുത്, നീ തകരരുത്. നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ധൂർത്തപുത്രനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന പിതാവിനെ പോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, കരുണ കാണിക്കാൻ മാത്രം അറിയുന്ന, തിരിച്ചു വരുന്ന മക്കളെ ഒരിക്കലും കൈവിടാത്ത, വീണുപോയ മക്കളെ ഒരിക്കലും ചവിട്ടി താഴ്ത്താത്ത നമ്മുടെ കർത്താവ്. പെറ്റമ്മ മറന്നാലും മറക്കാത്ത, കരുണ കാണിക്കുന്ന അമ്മ കരുണ കാണിക്കാതെ പോയാലും കരുണ കാണിക്കുന്ന അമ്മ, മറന്നാലും അമ്മ ഉപേക്ഷിച്ചാലും അമ്മ പോലും കരുണ കാണിക്കാതിരിക്കുമ്പോഴും കരുണ കാണിക്കുന്ന, സ്നേഹിക്കുന്ന, മാറോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കർത്താവ്. അതിവ്യകാര സ്ഥാനത്തില് സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കുന്ന മക്കളെ, നിങ്ങൾ വിഷമിക്കരുത്, വേദനിക്കരുത്. ഈ സ്നേഹത്തിലേക്ക് വരിക, ഈ കർത്താവിനുമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് വളരുക. ആ ദൈവൈക്യത്തില്, ആ ദൈവകൃപയില് വളരുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ മക്കളെയും ചേർത്ത് പിടിക്കാം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഈ സ്നേഹത്തെ കുറിച്ച്, ഈ കരുണയെ കുറിച്ച്. എന്റെ മോനെ, എന്റെ മോളെ, ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പരിധിയുണ്ട്, പക്ഷെ അതിനേക്കാളും ഏറെ നിങ്ങൾ ഏതവസ്ഥയിൽ സ്നേഹിക്കുന്ന ദൈവം ഉണ്ട് ട്ടോ. സ്നേഹം വിട്ടെങ്ങും പോകരുത്. ഈ സ്നേഹം, നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കിട്ടാത്ത പല മക്കളും പല പല സ്നേഹങ്ങളിലേക്കൊക്കെ പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. അതുപോയിട്ട് കാര്യം അവർ കൊണ്ടുപോയി ദുരുപയോഗിച്ച് നശിപ്പിച്ച് എല്ലാ സുഖങ്ങളും നേടിക്കഴിയുമാറും അവരുടെ വഴിക്ക് എത്രയോ കേസുകൾ. എന്തുകൊണ്ടാ പോണേ? നമ്മുടെ മക്കൾ അങ്ങനെയൊക്കെ ഈ സ്നേഹം അറിയാത്തത് കൊണ്ടാ, ഈ സ്നേഹം അറിയാത്തത് കൊണ്ടാ. ഈ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ വളരണം മക്കൾ. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യം അനുഭവിക്കുന്ന ഈ നോമ്പുകാലത്തില് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിന്റെ വഴിയിലൂടെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ച ആ വലിയ അനുഭവങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ ആനയിക്കുന്ന ഈ നോമ്പുകാലത്തില് നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ചൈതന്യത്തോടെ അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, തിരുവചനത്തിലൂടെ വീണ്ടും വീണ്ടും അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോ ആ സ്നേഹം അനുഭവിക്കാൻ, ആ സ്നേഹത്തിലൂടെ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, ആ സ്നേഹത്തിലൂടെ ഞങ്ങളുടെ മക്കൾ അങ്ങയിലേക്ക് തിരിച്ചു വരാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത അങ്ങയുടെ സ്നേഹം, അമ്മ കരുണ കാണിക്കാതെ പോയാലും ഞങ്ങളോട് കരുണ കാണിക്കുന്ന സ്നേഹം കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉറപ്പിച്ച് ഇന്നത്തെ വചനത്തിലൂടെ പറഞ്ഞു തരികയാണല്ലോ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് രക്തം ചിന്തി ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ മാത്രം ഞങ്ങൾ സ്നേഹിക്കുന്ന കർത്താവേ, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത സ്നേഹമായി, സാന്നിധ്യമായി, സൗഹൃദമായി അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോ കർത്താവെ, തിരിച്ചറിയാതെ പോയ മക്കളാണ് ഞങ്ങള്. മറ്റു പലതിന്റെ പിന്നാലെ സ്നേഹം തേടി പോകുന്ന മക്കള്, കണ്ണി കണ്ടവന്റെ പിന്നാലെ സ്നേഹം തേടി പോകുന്ന മക്കള്, അതിന്റെ പേരില് സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും പഠനത്തെയും ജീവിതത്തെ തന്നെയും
അതിനുവേണ്ടി അടിയറവയ്ക്കുന്ന മക്കളുണ്ട്. ഈ സ്നേഹം തിരിച്ചറിയാതെ പോയത് കൊണ്ടാണല്ലോ കർത്താവേ, ആ സ്നേഹത്തിലേക്ക് അങ്ങ് ഞങ്ങളെ വീണ്ടും മാടി വിളിക്കുമ്പോ വീണ്ടും ഞങ്ങളോട് കണ്ണീരോടെ അങ്ങ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ആരുപേക്ഷിച്ചാലും. മതിയായ സ്നേഹമാണ് അവിടുന്ന്. ആ സ്നേഹത്താൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. സ്നേഹം തേടി, സന്തോഷം തേടി, സമാധാനം തേടി, അതിന്റെയും ഇതിന്റെയും അവന്റെയും ഇവന്റെയും ഇവരുടെയൊക്കെ പിന്നാലെ പോകുന്ന ഞങ്ങളുടെ മക്കളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സംതൃപ്തി നൽകാത്ത സ്നേഹം, ലോകത്തിന്റെ സ്നേഹം, മനുഷ്യന്റെ സ്നേഹം, അതിലേക്കാണല്ലോ ഇന്ന് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഒക്കെ ഓടിപ്പോകുന്നത്. ഈശോ അങ്ങിലേക്ക് തിരിയട്ടെ, ആ വലിയ സ്നേഹത്തിലേക്ക് തിരിയട്ടെ. എല്ലാത്തിനും മതിയായ സ്നേഹം, സംതൃപ്തി നൽകുന്ന സ്നേഹം, ഒരിക്കലും കുറവില്ലാത്ത സ്നേഹം, ആ സ്നേഹം ഞങ്ങൾ അനുഭവിക്കട്ടെ. ആ സ്നേഹത്തിലേക്ക് മക്കളെ സമർപ്പിച്ച എൻ്റെ മക്കളെ, മാതാപിതാക്കളെ, ഈശോയുടെ ആ വലിയ സ്നേഹമാണ് ദിവ്യകാരുണ്യം. ആ സ്നേഹത്തിലേക്ക് സമർപ്പിക്കുക. ഈ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ഈ സ്നേഹത്തിലൂടെ കർത്താവെ ഞങ്ങളുടെ മക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആ സ്നേഹം അനുഭവിച്ച് മറ്റെല്ലാ നൈമിഷിക സ്നേഹങ്ങളെയും സൗഹൃദങ്ങളെയും സന്തോഷങ്ങളെ വിട്ടുപേക്ഷിച്ച് യഥാർത്ഥമായ സ്നേഹമായ സന്തോഷമായ സൗഹൃദമായ അങ്ങയിലേക്ക് ഞങ്ങളുടെ മക്കള് അനയിക്കപ്പെടട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, എഴുന്നേറ്റിപ്പോയ മക്കള്, കണ്ണിക്കണ്ടവന്റെ പിന്നാലെ തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിപ്പോയ മക്കള്, മദ്യത്തിന്റെ പിന്നാലെ കൂട്ടുകെട്ടില് അടിമപ്പെട്ടു പോയ മക്കള്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, പല പല കെണികളിൽ ചെന്ന് പെട്ടിരിക്കുന്ന മക്കള്, സ്നേഹത്തിന് വേണ്ടി പോയതാ, സന്തോഷത്തിന് വേണ്ടി പോയതാ, സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച് പോയതാ, ഒന്നും കിട്ടാതെ വേദനിക്കുന്ന മക്കള്, പലരാലും ഉപേക്ഷിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു, പറ്റിക്കപ്പെട്ടു. ഈശോയെ ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ. എത്രയോ മക്കള് പ്രേമം നിരസിക്കപ്പെട്ടു, നിഷേധിക്കപ്പെട്ടു സ്നേഹം. അതിന്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്ത മക്കള്, കഴിച്ച അമ്മച്ചിയും കുടുംബം വന്നേക്കാ സ്വന്തം മോള് ഒരു ചെറുക്കനെ സ്നേഹബന്ധത്തിൽ എന്തോ ഉണ്ടായി കൊച്ചു ആത്മഹത്യ ചെയ്തു. ഈ സ്നേഹം അറിഞ്ഞെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും ഒന്നിനു വേണ്ടി മരിക്കില്ല, ചെറുക്കന് വേണ്ടി മരിക്കില്ല, ഒരു പെണ്ണിനു വേണ്ടി മരിക്കില്ല, ഒന്നിനു വേണ്ടി മരിക്കില്ല. സ്നേഹത്തിന് വേണ്ടി മരിച്ച ഈശോയുടെ സ്നേഹം അനുഭവിച്ച ആ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് യെശയ്യാ പ്രവാചന പുസ്തകം 49:15 ആ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് മക്കളെ ഈ ദിവ്യകാരുണ്യ ഈശോ. ആ സ്നേഹത്തിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിക്കാം, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. എല്ലാ അനുഗ്രഹവും ആശീർവാദവും നൽകുന്ന ദിവ്യകാരുണ്യ സ്നേഹം നമ്മിലും നമ്മുടെ മക്കളിലും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരും. അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വരങ്ങളും ചിന്തി ആ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സ്നേഹവാരമായ ദിവ്യകാരുണ്യനാഥന്റെ അനുഗ്രഹം, ആശീർവാദം, സ്നേഹത്തിന്റെ പൂർണ്ണതയായിട്ട് സ്വീകരിച്ച എന്റെ മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.